ആ ബുഖാരിയിൽ അധ്യായം കണ്ടോ നിങ്ങൾ? കിതാബുൽ ഈമാനില് ഈമാനെ കുറിച്ച് പറയുന്ന ആ കിതാബില് ഇമാം ബുഖാരി കൊടുക്കുന്ന അധ്യായം കണ്ടോ? ബാബു ഖൗഫിൽ മുഅ്മിനി മിന്ന യഹ്ബതു അമലുഹു വഹുവ ലാ യശ്ഉറു. സുൽത്താന്റെ തരീഖത്തിൽ കുടുങ്ങിയ എല്ലാ മനുഷ്യരും ഒരുപോലെ ഓർമ്മിച്ചോളണം ഞാൻ ഈ പറയുന്ന വാക്ക്. ഇത് നിങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് പറയുന്നതല്ല, ശത്രുത കൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ അറിവ് കൊണ്ട് കേടുകൊണ്ട് നിങ്ങൾ ആഖിറം നഷ്ടപ്പെട്ടു പോകരുതെന്ന നിലക്ക് മാത്രം അതിൽ കുടുങ്ങിപ്പോയ എല്ലാ ബിരുദധാരികളോടും എല്ലാ ഹുദവികളോടും എല്ലാ കക്ഷികളോടും ഒരുപോലെ പറയുന്നു, നിങ്ങൾ ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ. ഇമാം ബുഖാരി കിതാബുൽ ഈമാനിൽ കൊടുത്ത അധ്യായം എന്താണ്? ബാബു ഖൗഫിൽ മുഅ്മിനി, ഒരു ശരിയായ മുഅ്മിനായ മനുഷ്യന്റെ ഭയം. എന്തിനാ ഭയം? മിന്ന യഹ്ബതു അമലുഹു, അവന്റെ അമല് പൊളിഞ്ഞു പോകുമോ, അവന്റെ അമല് പൊളിഞ്ഞു പോകുമോ. ഈ സുൽത്താൻ ഒരു ശരിയായ മുഅ്മിനാണെങ്കിൽ അയാൾ ഭയപ്പെടേണ്ടത് അയാളുടെ നിസ്കാരം പൊളിഞ്ഞു പോകുമോ എന്നതാണ്, അയാളുടെ ധർമ്മം പൊളിഞ്ഞു പോകുമോ എന്നതാണ്, അയാളുടെ നോമ്പ് പൊളിഞ്ഞു പോകുമോ എന്നതാണ്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. ഇമാം ബുഖാരി പറയുന്നു വഹുവ ലാ യശ്ഉറു, അവനതറിയാതെ അവന്റെ അമല് പൊളിഞ്ഞു പോകുമോ എന്ന് യഥാർത്ഥ മുഅ്മിൻ പേടിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3 നൂറ്റാണ്ടെന്ന് പറയുന്നത് അതാ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിൽ ജീവിച്ച ആളല്ലയോ? ആ ഇമാം ബുഖാരി ശഫീ ഇമാം തങ്ങളുടെ ശിഷ്യന്റെ ശിഷ്യനല്ലയോ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ശിഷ്യനല്ലയോ? ആ ഇമാം ബുഖാരി അതാ ഒരു വലിയ മഹാൻ, ആ മഹാൻ വഅദ് പറയുന്ന പണ്ഡിതനാണ്. ആ പണ്ഡിതനിൽ ഉദ്ധരിക്കുന്നു വഖാല ഇബ്രാഹിം തൈമിയോ, ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മാ അറദ്തു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ നകൂന മുകദ്ദബാ. ഞാൻ വഅദ് പറയുമ്പോൾ, ഞാൻ ഉപദേശം നൽകുമ്പോൾ, ഞാൻ ഉത്ബോധനം നടത്തുമ്പോൾ എന്റെ വാക്ക് എന്റെ പ്രവർത്തനവുമായി ഞാനൊന്ന് തട്ടിച്ചു നോക്കും. എന്റെ പ്രവർത്തനത്തിനെതിരാണ് എന്റെ വാക്കെങ്കിൽ എന്നെ മറ്റുള്ളവരൊക്കെ അവൻ പറയുന്നത് കളവാണെന്ന് എന്നെ കുറിച്ച് അതാ തീരുമാനിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ വാക്കിനെതിരാകുന്നുണ്ടോ പ്രവർത്തനം എന്ന് ഞാൻ തട്ടിച്ചു നോക്കൽ എന്റെ പതിവാണ്. ഞാൻ എപ്പോഴും പേടിക്കും, എന്നെ സംബന്ധിച്ച് ഞാനൊരു കളവ് പറയുന്നവനാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകുമോ. ഇത് പറഞ്ഞതിന് ശേഷം അതാ താബിഈങ്ങളിൽ പെട്ട ഒരു മഹാനായ ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി എടുത്ത് ഉദ്ധരിക്കുകയാണ്. വഖാല ഇബ്നു അബീ മുലൈക, ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാം ദീന് സ്വീകരിച്ച ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേതാക്കളായ 30 സഹാബികളെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ആരാ സഹാബികള്? അതിപ്പോ പറയാൻ സമയമില്ല, ഒറ്റ വാക്കിൽ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹ് അവരെ പൊരുത്തപ്പെട്ടു എന്നാ പറഞ്ഞത്. ആ ഖുർആൻ പറഞ്ഞത് അവരെ മനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അതേ ഇന്നല്ലദീന യഗുന്നൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അവരെ മനസ്സ് ശുദ്ധീകരിച്ച് തഖ്വക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട മഹാന്മാരാണ്. അല്ലാഹ് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വെച്ച് ശബ്ദം പതുക്കെയാക്കി സംസാരിക്കുന്ന ആ അദബും ഗുരുത്വവുമുള്ള സഹാബത്ത് അവർ അല്ലാഹു തആല മനസ്സ് ശുദ്ധീകരിച്ച് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ലാഹ് സെലക്ട് ചെയ്തു അല്ലാഹ് പറയുന്നത്. അങ്ങനെ മനസ്സ് അല്ലാഹു തആല സെലക്ട് ചെയ്ത അതിനേക്കാൾ ശുദ്ധമായ മനസ്സുള്ള ഒരു കക്ഷി ഈ ഉമ്മത്തിലില്ല, ഒരു ശൈഖുമില്ല. ഖുർആനാണ് സർട്ടിഫൈ ചെയ്യുന്നത്. ആ സഹാബത്ത് അതിൽപ്പെട്ട 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു.
എല്ലാവരും എഴുന്നേറ്റ് നാട്ടെ. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. അതും എങ്ങനെയെന്നറിയോ? ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് തവസ്സൽനാ ബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, സഹാബത്തിനെ സ്നേഹിക്കുന്നവരാണ്. അവര് പഠിപ്പിച്ച ദീന് നാശമാക്കാൻ തരീഖത്തിന്റെ പേരിലോ ശരീഅത്തിന്റെ പേരിലോ ഹഖീഖത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഖുർആൻ ഹദീസിന്റെ വക്താക്കളാണെന്ന പേരിലോ ഏത് പേരിൽ ഏത് വ്യാജ സംഗതികൾ വന്നാലും അല്ലാഹുവേ, ഹഖ് ഹഖായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഹഖ് ഞങ്ങളെ ഖൽബിൽ നീ ഇട്ട് തരണേ റഹ്മാനെ. ഹഖ് ഞങ്ങളെ നാവിൽ നീ ഇട്ട് തരണേ റഹ്മാനെ. നിനക്കറിയാം ഞങ്ങളെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന്. ഞങ്ങൾക്ക് ഹഖ് തുറന്ന് പറയലല്ലാതെ, ജനങ്ങളെ ഈമാൻ രക്ഷിക്കലല്ലാതെ വേറെ യാതൊരു ലക്ഷ്യവുമില്ലെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഞങ്ങളെ വിമർശിച്ചിട്ടില്ലെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. നിന്റെ കോടതിയിൽ കുടുങ്ങാതിരിക്കാൻ ഞാൻ ഈ കാര്യം ഇവിടെ ഒന്ന് പറയുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. എന്താണ് ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നത്? 30ഓളം സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫുൻ നിഫാഖ്. ഈ 30 സഹാബികളും എനിക്ക് ഈമാൻ കൊടുക്കാൻ അധികാരമുണ്ടെന്നല്ല പറയുന്നത്. അവര് പറയുന്നത് കുല്ലുഹും യഖാഫുൻ നിഫാഖ്. 30 ആളുകളും എന്റെ ഈമാൻ പോയി പോകുമോ എന്ന് പേടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം നേരിൽ ലഭിച്ച 30ഓളം സഹാബികളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ 30 സഹാബികളും ഒന്നടങ്കം എന്റെ ഈമാൻ പോയി പോകുമോ, ഞാൻ മുനാഫിഖായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. ആരെപ്പറ്റി പേടിക്കുന്നു? നിങ്ങളെ നാട്ടിലെ സുൽത്താൻ പേടിക്കും പോലെ സമസ്തയിലെ ആലിമീങ്ങളെ പറ്റിയല്ല പേടി, യെസുയസാരെ പറ്റിയല്ല പേടി. അലാ നഫ്സിഹി. സഹാബത്തിലുള്ള ഓരോരുത്തരും പേടിക്കുന്നത് അവനവന്റെ നഫ്സിന്റെ ഈമാൻ പോയി പോകുമോ എന്ന പേടിയാണ്. 30ഓളം സഹാബികളെ ഞാൻ കണ്ടിട്ട് ഓരോ സഹാബിയും പേടിക്കുന്നത് എന്റെ ഈമാൻ പോയി പോകുമോ അല്ലാ, എന്റെ ഈമാൻ പോയി പോകുമോ അല്ലാ. അതല്ലേ 17 പ്രാവശ്യം ദ്വാരക്കാൻ പറഞ്ഞത്, അവനവന്റെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ സഹാബത്ത് മറ്റുള്ളവർക്ക് ഈമാൻ വിതരണം ചെയ്യാനുള്ള അധികാരം കിട്ടിയെന്നല്ല പറഞ്ഞത്. ആ സഹാബത്ത് അവനവന്റെ ഈമാൻ പോയി പോകുമോ എന്ന പേടിയിലാണ്. ഇത് പറഞ്ഞുകൊണ്ട് കേട്ടോ നിങ്ങൾ, അതാ മിൻഹും അഹദുൻ യഖൂലു. ബുഖാരിയാണ് ഞാൻ വായിക്കുന്നത്. അതിനേക്കാൾ മുന്തിയൊരു കിതാബ് ഖുർആനല്ലാതെ ഇവിടെ പറയാനില്ല. യഖൂലു ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ. ജിബ്രീലിന്റെ ഈമാനിന്റെ മേലാണ് ഞാനെന്ന് പറയാൻ ഒരു സഹാബിക്കും ധൈര്യമില്ല. മീകായിലിന്റെ ഈമാനിന്റെ മേലാണ് ഞാനെന്ന് പറയാൻ ഒരു സഹാബിക്കും ധൈര്യമില്ല. കാരണം അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്, മലക്കുകൾ മഅസൂമീങ്ങളാണ്. അതുപോലത്തെ മഅസൂമീങ്ങളാണ് ഞാൻ. ഒരിക്കലും എനിക്ക് അബദ്ധം വരൂല എന്ന് ഉറപ്പിച്ച് പറയാൻ അതാ അവർക്ക് ധൈര്യമില്ല. സുഹൃത്തുക്കളെ, ഇതുകൊണ്ടും തീർന്നില്ല. അതിന്റെ ശേഷം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വയുദ്കറു അനിൽ ഹസനി. ഹസൻ റളിയല്ലാഹു അൻഹു എല്ലാ ശൈഖന്മാരുടെയും നേതാവല്ലയോ, എല്ലാ നേതാക്കന്മാരെയും എല്ലാ ഔലിയാക്കളുടെയും എല്ലാ സാലിഹീകളുടെയും നേതാവല്ലയോ. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ റിപ്പോർട്ടുണ്ട്, മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ്. എന്റെ ഈമാൻ പോയി പോകുമോ എന്ന് പേടിക്കുന്നവൻ മുഅ്മിനായിരിക്കും. ഞാൻ എന്റെ ഈമാനിന്റെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല, എല്ലാവർക്കും ഈമാൻ വിതരണം ചെയ്യുന്ന അധികാരമാണ് എനിക്ക് എന്ന് പറയുന്നവൻ മുനാഫിഖായിരിക്കുമെന്ന് സഹീഹുൽ ബുഖാരി. എല്ലാ ഉലിയാക്കളെയും നേതാവായ, എല്ലാ ശൈഖന്മാരെയും നേതാവായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്
ബുഖാരിയാണ് കേട്ടോ. അതുകൊണ്ട് ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവനെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് ശൈഖാണെന്ന് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ ശംസിയ്യ തരീഖത്തിനെ കുറിച്ച്, കോരൂർ കൊറ്റൂർ തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് ശംസിയ്യ തരീഖത്തിനെ കുറിച്ച്, നൂരിഷാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ. ഈ അടുത്ത് ഒരാൾ ശൈഖാണെന്ന് പറഞ്ഞു ദുആർക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇതിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനായിട്ട് സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കി കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവർക്ക് ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരിക്കലും ഒരു വിഷയവും പഠിക്കാതെ തീരുമാനിക്കൂല കേട്ടോ, പഠിക്കാതെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചും പഠിച്ചിട്ട് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ നമ്മൾ തീരുമാനിച്ച് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ചിലർക്ക് നേരം വെളുത്തത്. അവരെയാണ് ഇദ്ദേഹം ഇപ്പൊ വിമർശിക്കുന്നത്. ഞാനതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിൽ വന്ന ഈ വാചകം നിങ്ങൾ എപ്പോഴും ഓർക്കണം. ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ, ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളവൻ മുഅ്മിനായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈമാൻ വിതരണം ചെയ്യാനുള്ള അധികാരമാണെന്നും പറഞ്ഞിട്ട് ആലിമീങ്ങളെയും ഉലമായിനെയും അതുപോലെ മഹാന്മാരെ കിതാബിനെയും തള്ളിപ്പറയുന്നവരുടെ പിന്നാലെ നിങ്ങൾ ആരും പെട്ടുപോകരുത്. ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അവരുടെ കിതാബിനെ സംബന്ധിച്ച് ഈ ആലുവ തരീഖത്ത് എന്ന യൂസുഫ് സുൽത്താന്റെ ഈ ചപ്പടാച്ചി വാദക്കാര് അവര് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ വായിക്കുകയാണ്. എന്താണതെന്നറിയോ? അവരെഴുതുകയാണ് ഗസ്സാലി ഇമാം തങ്ങളെ സംബന്ധിച്ച് അഗാധ പണ്ഡിതനും പാണ്ഡിത്യം നേടുകയും ഇന്നറിയപ്പെടുന്ന പ്രമുഖ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും മറ്റ് കിതാബുകളുടെയും ഉപജ്ഞാതാവ് കൂടിയായിരുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി ആന്തരിക ജ്ഞാനത്തിന്റെ മാധുര്യം ലഭിച്ചപ്പോൾ തന്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് പരിതപിക്കുന്നത് നാം കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഗസ്സാലി ഇമാമിനെ കുറിച്ച് പറയാണ്, വസീത്ത്, ബസീത്ത്, വജീസ് എന്നീ ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിൽ എന്റെ ആയുസ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ലഭിച്ച് സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതനാകാൻ വസീത്ത്, ബസീത്ത്, വജീസ് എന്നീ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് രചിക്കപ്പെട്ട പ്രമുഖ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ മനപ്പാടമാക്കലാണ് യോഗ്യതയെങ്കിൽ ഇതേ കിതാബുകൾ രചിച്ചതിൽ തന്റെ ആയുസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വിലപിക്കുന്ന അൽ ഗസ്സാലിയും ബാഹ്യവിജ്ഞാനങ്ങൾ മുഴുവൻ കരസ്ഥമാക്കിയ ശേഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ കിതാബ് രചിച്ച ഗസ്സാലി ഇമാം വിലപിക്കുകയാണെന്നും പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു, അവര് ചവിട്ടി പുറന്തള്ളിയ കിതാബുകളും പുസ്തക വാറോലകളും ഉപയോഗിച്ച് അവർക്കെതിരെ തിരിയുന്നവരല്ലാതെ മറ്റാരാണ് വിഡ്ഢികൾ എന്ന് ചോദിച്ചിട്ട് അവസാനം പറയുന്നു, ഈ സുൽത്താനെ വിമർശിക്കുന്നവർ ഈമാൻ കിട്ടൂല പോൽ, കാരണം താക്കോല് മുമ്പരെ കയ്യിലാണല്ലോ. അതും പറയുന്നു, നബിയെ നിങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകലും നൽകാതിരിക്കലും തുല്യമാണ്, അവർക്ക് ഈമാൻ ലഭിക്കുകയില്ല എന്ന ആയത്തും മൂപ്പരെ കൂടെ കൂടാത്തവന് ഈമാൻ കിട്ടൂല എന്നതിന് ആയത്തും തെളിവുദ്ധരിക്കുകയാണ്. എന്നാ പറയട്ടെ, നിങ്ങൾക്ക് വിവരമില്ല. ബസീത്തും വസീത്തും വജീസും ഇമാം ഗസ്സാലി രചിച്ചിട്ട് അത് ചവറ്റുകൊട്ടയിലേക്ക് ഇമാം ഗസ്സാലി തള്ളിയിട്ടില്ല, ഇമാം റാഫി തള്ളിയിട്ടില്ല, ഇമാം നവവി
തള്ളിയിട്ടില്ല. ഇമാം നവവി ഖുത്ബായിരുന്നില്ലേ? ഇമാം റാഫി കിതാബ് എഴുതുമ്പോ വിളക്കണഞ്ഞു പോയപ്പോ അതാ മരത്തുനിന്ന് പ്രകാശം കിട്ടിയ മഹാനല്ലേ? ഇമാം നവവി കയ്യിന്റെ വിരൽ പ്രകാശിച്ച മഹാനല്ലേ? ഖുത്ബല്ലേ? അങ്ങനത്തെ ഒരു ഖുത്ബും വജീസ് തള്ളിയിട്ടില്ല. അതുപോലെ ബസീത്ത് തള്ളിയിട്ടില്ല. അത്തരം കിതാബുകളൊക്കെ കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ശറഹ് എഴുതുകയും വിശദീകരിക്കുകയും ചുരുക്കി എഴുതുകയും ചെയ്തുകൊണ്ട് അതാ അവരാ കിതാബിന്റെ ഇൽമ് ലോകത്തെത്തിച്ചു കൊടുക്കുകയാണ്. സമുദായത്തിലെ മുഴുവൻ ഔലിയാക്കളും ആരിഫീങ്ങളും ചെയ്തത് വസീത്തും വജീസും ബസീത്തും വലിച്ചെറിഞ്ഞ് ചവറ്റുകൊട്ടയിലേക്കെന്ന് ഈ സുൽത്താൻ തരീഖത്തിന്റെ ആളുകൾക്ക് എഴുതാൻ എവിടുന്നാണ് അധികാരം കിട്ടിയത്? ഇമാം ഗസാലിയെ കുറിച്ച് ഇവരെന്താ പഠിച്ചത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ല. എല്ലാ വ്യാജത്തരീഖത്തുള്ള കുഴപ്പതാ മഹാന്മാര് പറയുന്നത് അവർക്ക് തിരിയൂല. കാരണം ഇൽമില്ല ഞാൻ തിരിയൂ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും പറയുന്ന ഒരുപോലെ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെ. വിവരമില്ലാതിരുന്നാ മനസ്സിലാവൂല. ഗസാലിമാവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഗസാലിമാവ് പറഞ്ഞ എന്താ? ഞാൻ വജീസും ബസീത്തും വസീത്തും ഇങ്ങനത്തെ കിതാബൊക്കെ രചിച്ച് അങ്ങനെ ഞാൻ ആത്മീയ രംഗത്ത് പുരോഗമിച്ച് വന്ന് ഇന്നുള്ള രസം അന്നത്തെ രസമല്ല, അതിനേക്കാളൊക്കെ വലിയ രസാണ്. ഇതുപോലെ ഒരു കുട്ടി PG എടുത്ത്, SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് PG എടുത്തതിനോട് ഇയാള് 1ാം ക്ലാസ്സിലെ ബുക്ക് എടുത്ത് വായിച്ചു നോക്കി. പടച്ചോനെ, ഒരു കൊല്ലല്ലേ ഞാനിനി മെനക്കെട്ട്, ഒരു കൊല്ല ഈ ഒറ്റ ബുക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ മെനക്കെട്ടത്, എന്റെ സമയം പോയത് എന്നേന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വേണ്ടാന്നാ? അത് തള്ളീന്നാ? ഈ 1ാം ക്ലാസ്സിലെ ബുക്ക് പഠിച്ചിട്ട് അയാൾക്ക് PG കിട്ടിയത്. ഇതുപോലെ ഗസാലി ഇമാം പറഞ്ഞ മേന, ഇന്ന് ഞാൻ എത്തിയ മഖാമ്, ഇന്ന് ഞാൻ എത്തിയ സ്ഥാനം, ആ സ്ഥാനം കൊണ്ട് തട്ടിച്ചു നോക്കിയാൽ മുമ്പ് ഞാൻ ആ കിതാബൊക്കെ എഴുതിയ സമയം എന്റെ SSLC പ്രായമായിരുന്നു, എന്റെ +2 പ്രായമായിരുന്നു, എന്റെ അതാ ഡിഗ്രി എടുക്കുന്ന പ്രായമായിരുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഗസാലി ഇമാം വസീത്ത് തള്ളിയിട്ടില്ല, ബസീത്ത് തള്ളിയിട്ടില്ല, വജീസ് തള്ളിയിട്ടില്ല. അത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു ഈ അലുവ തരീഖത്തുകാര്, യൂസുഫ് സുൽത്താന്റെ തരീഖത്തുകാർ പറഞ്ഞത്. ആളുകൾ സംശയം ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ചില്ലറ കളിയല്ല കേട്ടോ. മഹാനായ താജുൽ ഉലമ അതൊരു സംഭവമാണ്. ഖമറുൽ ഉലമ അതൊരു സംഭവമാണ്. അത്തരത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിരുന്നിട്ട് ഒരു കൂട്ടരെ സംബന്ധിച്ച് തീരുമാനമെടുത്താൽ പിന്നെ ഒരു സാധാരണക്കാരനും അത് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഈ കാര്യം മുസ്ലിമീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാ. എന്ത്? എല്ലാ കാര്യവും പഠിപ്പിച്ച കൂട്ടത്തില് അവിടുന്ന് പഠിപ്പിച്ചു, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലുന കദ്ദാബുന യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബഉ. ഖിയാമത്ത് നാളാവുമ്പോൾ കബളിപ്പിക്കുന്ന ചില ആളുകൾ വരും. കബളിപ്പിക്കുന്നവര് അതിൽ ഏറ്റവും വലിയ ആളാണ്, അവസാനം വരുന്ന ആളാണ് ദജ്ജാൽ. ഏത് ദജ്ജാൽ? വലിയ ദജ്ജാൽ. അവസാനം അങ്ങനെ നേതാക്കന്മാർ അവസാനല്ലേ വരിക. വലിയ ദജ്ജാൽ. അവന്റെ കബളിപ്പിക്കൽ എത്രയെന്ന് നിങ്ങൾ മരിച്ചോലെ ഹയാത്താക്കി കാണിച്ചു തരൂ. അത്ഭുതം. മരിച്ചവരെ ഹയാത്താക്കി കാണിക്കൂ അവൻ. പിന്നെന്താ വേണ്ടത് നിങ്ങൾക്ക്? പെട്ടെന്നൊരു മരത്തുമ്മൽ കായ ഉണ്ടാക്കി കാണിച്ചു തരും. എല്ലാ അത്ഭുതവും കാണിക്കും ദജ്ജാല്. അപ്പോഴൊക്കെ ഉറച്ചു നിന്നോണം സുന്നത്തിയമാത്തിൽ. അതിനാ നിസ്കാരത്തിൽ കാവലി വയ്ക്കുന്ന മസീദ് ദജ്ജാലിന്. അങ്ങനെ ഒരുപാട് കബളിപ്പിക്കുന്നവർ വരും. ഖദ്ദാബൂന, ഒരുപാട് കളവ് പറയുന്നവരും. അവരൊക്കെ മനസ്സിലാക്കാൻ എന്താ മാനദണ്ഡം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റഹ്മത്തുൽ ആലമീനല്ലേ നമുക്ക് പഠിപ്പിച്ചിരാണ്. മാനദണ്ഡം എന്താ? ഇതിനൊക്കെ മാനദണ്ഡം യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബഉ. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പാരും നിങ്ങളെ മുൻഗാമികൾ കേൾക്കാത്ത പുതിയ വർത്താനം പറയും. നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ ഗസാലി ഇമാമിന്റെ വജീസ് ചവറ്റുകൊട്ടയിൽ എറിയണോ? ഗസാലി ഇമാമിന്റെ ബസീത്ത് ചവറ്റുകൊട്ടയിൽ എറിയണം? ഗസാലി ഇമാമിന്റെ വല്ല കിതാബും ചവറ്റുകൊട്ടയിൽ എറിയുന്ന ഇന്ന് വരെ കേട്ടിനോ നിങ്ങൾ? അത് ഈ ആലുവ സുൽത്താൻ എന്ന് പറഞ്ഞ് ഇയാളല്ലാതെ ആര് പറഞ്ഞു? അത് ഇയാളാൾക്കാരല്ലാതെ ആര് പറഞ്ഞു? അങ്ങനെ അതാ
നിങ്ങളും നിങ്ങളെ മുൻഗാമികളും കേൾക്കാത്ത വർത്തമാനം പറയുന്നവര്. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതാ സ്വന്തം ബാപ്പയെക്കാൾ സ്നേഹമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോട്. അന്ത ഉമ്മുൻ അം അബൂം മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി خير النبي سيدي خير النبي يا سيدي خير النبي. ബാപ്പക്കില്ല അത്തരമൊരു സ്നേഹം, ഉമ്മക്കില്ല അത്തരമൊരു സ്നേഹം, ഉമ്മക്കില്ല അത്രയൊരു ബന്ധം, ബാപ്പക്കില്ല അത്രയൊരു ബന്ധം. അവിടുന്ന് നമുക്ക് തന്നത് സ്വർഗത്തിന്റെ വഴിയാണ്, ഈമാൻ കിട്ടി മരിക്കാനുള്ള മാർഗമാണ് കാണിച്ചു തന്നത്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാമ്പിനെ കണ്ട വഴിയിലൂടെ മക്കള് പോകുമ്പോ നിങ്ങൾ പെട്ടുപോകരുതേ. പാമ്പുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഗൗരവത്തിന് പറയുന്നു, ആഖിർ സമാനാകുമ്പോ നിങ്ങളെ കബളിപ്പിക്കുന്നവരും നിങ്ങളവരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. യാക്കും വയ്യാഹും, നിങ്ങൾ സൂക്ഷിക്കണേ. ലാ യുദില്ലൂനക്കും, അവരെ നിങ്ങളെ പിഴപ്പിക്കരുതേ. വലാ യഫ്തിനൂനക്കും, നിങ്ങളെ ഈമാനിന് അവർ കേടുവരുത്തരുതേ. മുരീദന്മാരെന്ന് പറയുന്ന കക്ഷികളോട് പറയാണ്, നിങ്ങൾ ചിരിച്ച് മരിക്കണോ, ചിരിച്ച് ഈമാനോടെ മരിക്കണോ, വിതരണം ചെയ്യാൻ അധികാരമുള്ള ശൈഖാണ് ഞാൻ എന്ന് പറഞ്ഞ മുരീദന്മാർക്ക് തോന്നുന്നു. ഏത് ആലിമിനെ ചീത്ത പറഞ്ഞാലും, ഏത് വസാലിമാമിന്റെ കിതാബ് തള്ളി പറഞ്ഞാലും ഞാൻ ഈമാനോടെ മരിക്കുമെന്നൊരു തോന്നൽ മുരീദന്മാർക്കുണ്ടാക്കിയിട്ട് അവരെയും കിബറന്മാരാക്കുന്നു, മറ്റുള്ളവർക്ക് കിബർ വിതരണം ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ പറഞ്ഞത് അതാ ബതറുൽ ഹഖ് വഖമത്തുൻ നാസ്, കിബർ എന്ന് പറഞ്ഞ സത്യത്തോടുള്ള മത്സരമാണ്, മറ്റുള്ളവരെ നിന്ദിക്കലാണ്. ഞാൻ വലിയ ആളായി എന്നുള്ള ധാരണ, ഈ ധാരണയിലുള്ള ജീവിതം അത് വലിയ അപകടമാണ്, ആഖിറം നഷ്ടപ്പെടുന്ന മാർഗമാണ്. അതുകൊണ്ട് ത്വരീഖത്താണെന്ന് കരുതരുത്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക നബി തങ്ങളുടെ ഉപദേശമാണ്. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്ത് ഹഖാണ്. ഖാദിരിയ ത്വരീഖത്ത് ഹഖാണ്. ഞാൻ ആ ഖാദിരിയ ത്വരീഖത്തിൽ മെമ്പറാണ്. ഖാദിരിയ ത്വരീഖത്ത് ഹഖാണ്. പക്ഷേ ഖാദിരിയ ത്വരീഖത്തിന്റെ പേരിലാണ് ഇവിടെ ഒരുപാട് വ്യാജച്ചരക്കുകൾ ഉള്ളത്. നഖ്ശബന്ദിയ തരീഖത്തിന്റെ പേരിലാണ് വ്യാജത്തിരക്കുള്ളത്. ഷാദുലി തരീഖത്തിന്റെ പേരിലും വ്യാജ തരീഖത്തുണ്ട്. ദസൂഖി തരീഖത്തിന്റെ പേരിലുമുണ്ട്. നമ്മളെ കൂടെ ഒക്കെ പ്രസംഗിച്ചു ചേർന്നിരുന്നൊരു മറ്റനായി ഉണ്ടായിരുന്നു. മുപ്പര് ദസൂഖി തരീഖത്താന്ന് പറഞ്ഞു വന്ന് ഈജിപ്തിൽ നിന്ന് വന്നതാ. സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങളെ തള്ളി പറഞ്ഞു. അവസാനം ദേഷ്യം പിടിച്ചിട്ട് തലാക്കിയില്ല, പോവില്ല. പിന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ട് തലാക്കിയല്ലോ, ആരെങ്കിലും കരളയെന്ന് പറഞ്ഞ് തലാക്കിയല്ലോ. എന്തെല്ലാം പുതിയ മസാലകളാ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ എന്തെല്ലാം പറഞ്ഞത് ഒന്നിപ്പോ പറയുന്നില്ല, ഒക്കെ എന്റെ പ്രസംഗത്തിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ വ്യാജത്തരീക്കത്ത് പല പേരിലും രംഗത്ത് വരുന്നു. എന്തെല്ലാം പേരിൽ ആരെല്ലാം കുടുക്കിയത്, ആരെല്ലാം പഠിച്ചത്. നമ്മളെടുത്ത് പഠിച്ചു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരങ്ങളെ എറണാകുളം ജില്ലയിൽ തന്നെ തോന്നുന്നല്ലേ, തൊട്ടടുത്ത ജില്ലയിലാ, ഈ ജില്ലയിൽ തന്നെയാണോ പഠിച്ചു എന്ന് പറയുന്നത്. പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആണ്ടിയില്ല. നമ്മളെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോ. പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവില്ലല്ലോ, പഠിക്കാത്തോണ്ടല്ലേ പറ്റുന്ന അബദ്ധം. അങ്ങനെ എന്ത് ചെയ്ത് നൂർഷാ തരീഖത്ത് പോയിട്ട് എനിക്കെതിരെ സ്റ്റേജിൽ മേലൊരു ദിവസം 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ മുജാഹിദിന്റെ സ്റ്റേജിൽ, പിന്നീട് മുജാഹിദിന്റെ മിമ്പറും മേലെ മലയാള ഹുതുബക്ക്. ഈ ബിലീസ് കയറിയാൽ അങ്ങനെ, ഈ ബിലീസ് കയറിയാൽ അങ്ങനെ. അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ തെറ്റിപ്പോകരുത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അൽ അസീസ് തങ്ങൾ പറഞ്ഞു, മല്ലം യകുല്ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പറഞ്ഞൊരു വാക്കാണ്. ഒരു ഗുരുനാഥനില്ലെങ്കിൽ, ഒരു ഉസ്താദ് ഇല്ലെങ്കിൽ അവന്റെ ഉസ്താദ് ഇബ്ലീസാണ്. അവിടെ നമുക്ക് ഉസ്താദുമാര് വേണം, ഗുരുനാഥന്മാര് വേണം. എന്റെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, എന്റെ ശൈഖാൻ. പുല്ലൂക്കര ഉസ്താദ് എന്റെ ശൈഖാൻ. താജുൽ ഉലമ എന്റെ ശൈഖാൻ. നമുക്ക് ശരിയായ ശൈഖന്മാര് വേണം.
മനസ്സിലാക്കണം. ശരിയായ ശൈഖന്മാർ. മല്ലം യകുൻ ലഹു ശൈഖുൻ, ഒരു വ്യക്തിക്ക് ഒരു ഉസ്താദ് ഇല്ലെങ്കിൽ ഫൈബിലീസു ശൈഖുഹു, അവന്റെ ഉസ്താദ് ഇബ്ലീസാവും. ഇവർക്കൊന്നും ശൈഖില്ല, ഇവർക്കൊന്നും ശൈഖില്ല. ഏതോ ശിയാക്കളെ പോയി പിടിച്ചതാ, ശൈഖില്ല. അതാപത്തം പറ്റിയത്. അതുകൊണ്ട് സുന്നത്തി ജമാഅത്ത് ആരെയാ ശൈഖാക്കേണ്ടത്? അതതിന്റെ ശേഷം പറഞ്ഞിട്ടുണ്ട് ഫതുർ റബ്ബാനിയിലെ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ. ഖാദിരിയ്യ തരീഖത്ത് ശൈഖ്, ഖാദിരിയ്യ തരീഖത്ത് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് എന്ന് പഠിക്കണം കേട്ടോ. ഏതോ വിവരമില്ലാത്തവരെന്നല്ല ഖാദിരിയ്യ തരീഖത്ത് പഠിക്കേണ്ടത്. മല്ലം യകുൻ ലഹു ശൈഖുൻ ഫൈബ്നീസു ശൈഖുഹു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, എടോ നിനക്ക് ശൈഖ് വേണം, ഉസ്താദ് വേണം. ശൈഖ് പിന്നെ ഉസ്താദ് എന്നതിന്റെ അർത്ഥം ഉസ്താദ് വേണം, ഗുരുനാഥൻ വേണം. ആരാണത്? ഖുർആനും സുന്നത്തും അറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. അല്ലാമിലീന ബിഹിമാ, ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, അവരാണ് ശൈഖന്മാർ. അവരെ നീ പിന്തുടരുക. ജുമഅക്ക് പോകാത്തവരെയല്ല, ജമാഅത്തിന് പ്രസക്തിയില്ലാത്തവരെയല്ല, വാക്ക് പാലിക്കാതെ ലംഘിക്കുന്നവരെയല്ല, മുരീദന്മാര് പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പാക്കിയതിന് കേസ് കൊടുക്കേണ്ടി വരുന്നവരെയല്ല, മറിച്ച് അതാ ഖുർആനും സുന്നത്തും അറിയണം. ഖുർആനും സുന്നത്തും അറിയണമെങ്കിൽ അതിന്റെ ഭാഷയെങ്കിലും അറിയണ്ടേ, ഭാഷയെങ്കിലും അറിയണ്ടേ. ആ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് നാലിമാമിങ്ങൾ പഠിപ്പിച്ചതെന്നറിയണ്ടേ, ആ നാല് മദ്ഹബ് അറിയണ്ടേ, ശരിയതാ ശരിയായ ത്വരീഖത്തായ അശ്അരി ത്വരീഖത്ത് അറിയണ്ടേ, മാതുരി ത്വരീഖത്ത് അറിയണ്ടേ, മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് അറിയണ്ടേ, അങ്ങനെ മശായിഖന്മാരെ കിതാബ് അറിയണ്ടേ. അതൊന്നും അറിയാതെ ഉള്ള ആള് നീ ശൈഖാക്കല്ലേ. വൽ ജഹ്ലു കുല്ലുഹു മഫ്സദാ. ഖാദിരിയ്യ തരീഖത്ത് എന്താണെന്ന് ഞാനല്ല പറയുന്നത്, മുഹീദ്ദീൻ ശൈഖ് പറയാണ്. വൽ ജഹ്ലു കുല്ലുഹു മഫ്സദാ, വിവരക്കേടെന്ന് പറയുന്നത് മുഴുവൻ നാശമാണ്. അതുകൊണ്ട് വിവരമില്ലാത്തവനെ നീ ശൈഖാക്കല്ലേ. അതാണ് ഖാദിരിയ്യ തരീഖത്ത്. അത് ഖാദിരിയ്യ തരീഖത്താണ് ഇത്തരം ചപ്പടാച്ചികളെന്ന് മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്, ചിന്തിച്ചു പോകരുത്. ഖാദിരിയ്യ തരീഖത്തിലെ ഏറ്റവും വലിയ ശൈഖാരാണ് അൽ ഖുത്ബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്നെ പീഡിച്ചോരാരും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ അഹ്മീക ഫീ ദുനിയാ വയൗമൽ ഖിയാമത്തി. ഇൽഹാം മുഖേനയുള്ള സംസാരമാണ്. ആ സംസാരത്തിൽ പറഞ്ഞത് എന്നെ മുറുകെ പിടിച്ചോ നീ രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ എന്നെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ് അവിടുത്തെ കിതാബായ ഫതുർ റബ്ബാനിയിൽ പറഞ്ഞത് സ്വീകരിക്കണം. ഫതുർ റബ്ബാനി പറഞ്ഞത് ആലിമീങ്ങളെ ശൈഖായി സ്വീകരിക്കാനാണ്, ജാഹിലീങ്ങളെ ശൈഖായി സ്വീകരിക്കാനല്ല. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ പിടിച്ചവനാകണോ, ഖാദിരിയ്യ തരീഖത്തുകാരനാകണോ, വിവരമുള്ളവനെ ശൈഖായി സ്വീകരിക്കണം. ജാഹിലിനെ ശൈഖായി സ്വീകരിച്ചാൽ ഖാദിരിയ്യ തരീഖത്തല്ല, മുഹീദ്ദീൻ ശൈഖിനെ പിടിച്ചവനാകൂല. ഇനി ആ മുഹീദ്ദീൻ ശൈഖിന്റെ താഴ്മ കേൾക്കണോ നിങ്ങൾക്ക്? അവിടുന്നതാ പറയുന്ന ഫതുർ റബ്ബാനിയിൽ തന്നെ കാണാം. ഞാനൊരു ദിവസം ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് പൊട്ടിക്കരയുകയാണ്. എന്റെ മരണത്തിന്റെ അവസ്ഥ ഓർമ്മിച്ച് പൊട്ടിക്കരയുകയാണ്. എന്റെ മരണം എങ്ങനെയാണ്? അല്ലാഹ്, ഇത് മുഹീദ്ദീൻ ശൈഖാണേ മുഅ്മിനീങ്ങളെ, പടച്ചവനെ പേടിച്ച് കരയുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സഹാബത്തിൽ 30ഓളം ആളുകളെ ഞാൻ കണ്ടിട്ട് എല്ലാവരും പേടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്, മരണം ഓർമ്മിച്ച് കരയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എന്റെ റൂഹ് പിടിക്കാൻ ഈ മലക്കുൽ മൗത്തിനെ പറഞ്ഞേക്കരുത്.
മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്തിനെ എന്റെ അടുക്കൽ നീ പറഞ്ഞേക്കരുത്. ആ മലക്ക് വന്നിട്ട് എങ്ങനെയാണ് എന്റെ റൂഹ് പിടിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്റെ റബ്ബല്ലേ നീ, നിന്നെ സ്നേഹിച്ചതല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം, എന്റെ റൂഹിനെ നീ ഡയറക്റ്റ് പിടിച്ചോ, മലക്കിനെ പറഞ്ഞേക്കല്ലേ അല്ലാ. ഞാനിങ്ങനെ എന്റെ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിങ്ങനെ പറഞ്ഞു, മരണം പേടിച്ച് പറഞ്ഞതാണ്. അങ്ങനെ പറയുന്നതിനിടയിൽ ഞാനൊന്നങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ എന്റെ സമീപത്തൊരാൾ കയറി വരുന്നു. കയറി വന്നിട്ട് സലാം പറയുന്നു, സലാം മടക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? വന്നാള് പറയുന്നു, ഞാൻ മലക്കുൽ മൗത്താണ്. ഞാൻ മൗത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട, മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വന്നു? ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തില്ലേ, നിങ്ങൾ എന്റെ അടുക്ക പറഞ്ഞേക്കരുതെന്ന്. ആ സമയത്ത് മലക്കുൽ മൗത്ത് എന്നോട് ചോദിക്കുന്നു, അയ്യുദമ്പില്ലീ ശൈഖബറുകളെ, ഞാനെന്ത് തെറ്റാ ചെയ്തു പോയത്? ഞാനെന്ത് തെറ്റാ ചെയ്തു പോയത്? എന്നെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ലിമ ഖുൽതഹു, എന്തിനാണ് നിങ്ങളത് പറഞ്ഞത്? എന്നെ പറഞ്ഞേക്കരുതെന്ന്. ഞാൻ എന്റെ സ്ഥിതി ഞാൻ പറയട്ടെ, ഇന്നമാന അബ്ദുൽ, ഞാനൊരടിമ മാത്രമല്ലേ, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. എനിക്കധികാരമില്ല. എന്നോട് എന്റെ റബ്ബ് ഒരാളുടെ റൂഹ് പിടിക്കുമ്പോ വളരെ മയമായി, ലോലമായി, അദ്ദേഹത്തിനൊരു വിഷമവുമില്ലാതെ പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പിടിക്കും. ഒരാളെ റൂഹ് വളരെ ഗൗരവത്തിൽ പിടിക്കാൻ എന്റെ റബ്ബോട് ചെയ്താൽ ഞാൻ വളരെ ഗൗരവത്തിൽ പിടിക്കും. ഇന്നമാന അബ്ദും മഅ്മൂർ, കൽപ്പിക്കപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന അടിമ മാത്രമാണ് ഞാൻ. എനിക്ക് അധികാരമില്ല ശൈഖേ, ഞാൻ റബ്ബിന്റെ അടിമയാണ്. ഇത് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ആലിംഗനം ചെയ്ത് കൂട്ടിപ്പിടിച്ചിട്ട് മലക്കുൽ മൗത്തദാ കരയാൻ തുടങ്ങി. കരയുമ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ആരാണ്? ഞാൻ അബ്ദുൽ ഖാദിറാണ്. കഴിവുള്ള പടച്ചവന്റെ അടിമയാണ്. ഞാനും അധികാരമുള്ളവനല്ല. കഴിവുള്ള പടച്ചവന്റെ അടിമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. അടിമക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാവൂലല്ലോ, അടിമക്ക് അധികാരമുണ്ടാവൂലല്ലോ. ഉടമസ്ഥൻ അല്ലാഹുവല്ലേ. ആ അള്ളാന്റെ അടിമകളുടെ അടിമയല്ലേ അബ്ദുൽ ഖാദിർ അല്ലേ ഞാൻ. ഈ അടിമയായ ഞാനും കൽപ്പനയനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. ആ കൽപ്പനയനുസരിച്ചുള്ള ജീവിതത്തിനാണ് ശരീഅത്തനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത്. ആ ശരീഅത്തനുസരിച്ച് നീങ്ങേണ്ടവനാണ് ഞാൻ. അതുപോലെ മലക്കിനും അള്ളാന്റെ കൽപ്പന എന്താണോ അതനുസരിച്ച് നീങ്ങാനേ മലക്കിനും അധികാരമുള്ളൂ. ആകയാ ഞങ്ങൾക്കാർക്കും അധികാരമില്ല, മലക്കിനും അധികാരമില്ല, എനിക്കും അധികാരമില്ല. അധികാരം ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അതാണ് തൗഹീദ്. അധികാരം അല്ലാഹുവിന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. അത് ഞാനിങ്ങനെ ഓർമ്മിച്ച് ആ മലക്കിനെയും ഞാനും കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പേരും കുറെ സമയം കരഞ്ഞുപോയി. ഖാദിരിയ്യ ത്വരീഖത്ത് പഠിപ്പിക്കാൻ വേണ്ടി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു രചിച്ച ഫതൂർ റബ്ബാനിയിൽ സംഭവം കാണാം. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് പറയാത്ത, അധികാരം പറയുന്ന മുഹീദ്ദീൻ ശൈഖ് പറയാത്ത, പലതും പറയുന്ന പലരും ശൈഖായി രംഗത്ത് വരുന്ന ഈ കാലത്ത് അതൊക്കെ കബളിപ്പിക്കുന്നവരാണ്. അത് ഖാദിരിയ്യ ത്വരീഖത്താണെന്നോ കരുതി ഒരു മുസ്ലിമും അതിൽപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ ഉപദേശം മറന്നു പോകരുതേ, ഈമാൻ കളയരുതേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അതാ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ 2-3 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ, ഇത് എറണാകുളം, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത സ്ഥലത്ത് പോയി. അപ്പൊ നോക്കുമ്പോ അവിടെ ഈ തരീക്കത്തിന്റെ ആൾക്കാർ കോട്ടക്കല് പോയിട്ട് പ്രസംഗിച്ചിരിക്കുന്നത് ഷെയറും പാർക്കിന് ഗുണകരമായിട്ട്. അത് പുതിയൊരു തട്ടിപ്പാ. നമ്മളെ സുന്നികളെ പിടിക്കാൻ വേണ്ടി അങ്ങനത്തെ തട്ടിപ്പൊന്നും വേണ്ട. ഒരു തട്ടിപ്പ് നിങ്ങൾ ഇട്ടില്ല. ഇന്നാളെ ഒരു ദിവസം ഒരു ചങ്ങാതി പറഞ്ഞു, ഞാൻ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് പ്രൊട്ടക്ഷൻ? അതൊക്കെ ഓരോരോ കാപട്യമുള്ളവരുടെ തട്ടിപ്പുകളാണ്. അത് ഇറങ്ങുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് നിരീക്ഷിക്കാനുള്ള കഴിവ് SYSന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്, സംശയം വേണ്ട. എവിടുന്നാ സൂക്കേട് വരുന്നത്, എങ്ങോട്ടാ പോകുന്നത് ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമ്മുടെ മുൻഗാമികളായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, പാണക്കാട് പൂക്കോയത്തങ്ങൾ, മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ,
നബൂറല്ലാഹു മർക്കദും അങ്ങനത്തെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല SYSന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അല്ലാഹു തന്നിട്ടുണ്ട്. ആരും നമ്മുടെ സംഘടനയെ വഞ്ചിക്കാൻ വേണ്ട. സുഹൃത്തുക്കളെ, ഒന്നുകൂടി ഞാൻ പറയുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് കടുത്ത ചീത്ത പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ്. ആ നോട്ടീസിന്റെ ലാസ്റ്റ് നോക്കുമ്പോ പിന്നെ കണ്യത്ത് ഉസ്താദിന്റെ കുറ്റാണ്. ഞാൻ വേദനിച്ചു പോയി. ഈ ബിലീസ് ഒരു ദിവസം പറയാപ്പോ നേരെ നിങ്ങളൊക്കെ ബുദ്ധിമുട്ട് പോയി നീട്ടുന്നില്ല. ഞാൻ ഇപ്പൊ അടുത്ത് സൂറത്തുൽ കഫി 7 ദിവസം പ്രസംഗിക്കുന്നത്. അതായത് അതിന്റെ CD ഇറക്കുമ്പോൾ കേട്ടോളൂ. അതിൽ പറഞ്ഞിട്ടേ ഈ ബിലീസ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ചോദിക്കണ്ടൊക്കെ ചോദിച്ച നബിയെ ഉത്തരം ഞാൻ പറയാന്ന്. ഈ ബിലീസേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുക, എന്റെ സമുദായത്തിൽ നിനക്ക് എത്ര ശത്രുക്കൾ ഉണ്ടെന്ന് ചോദിച്ചു. 15 ആളുണ്ട്. ഒന്നാമത്തേതാരാ? അന്താവൂലും ഒന്നാമത്തെ നിങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒന്നാമത്തെ ശത്രു. പിന്നെങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് ആലിമുൻ മുതഖസ്സിഉൻ, ഭക്തിയുള്ള പണ്ഡിതൻ എന്റെ കഠിന ശത്രുവാണ്. വേറെയും പലരെയും പറഞ്ഞിട്ടുണ്ട്. ഓ മോമിനുൻ നാസിഹുൻ, മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കുന്ന സത്യവിശ്വാസി. ഓ മോമിനുൻ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സത്യവിശ്വാസി. സാന്ത്വന പ്രവർത്തനമൊക്കെ ആയിട്ട് പോന്നെ SYSകാരൻ ബിലീസിന്റെ ശത്രുവാ. മോമിനുൻ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മോമിൻ. ഇബിലീസിന്റെ ശത്രു. ഇബിലീസിന് പറഞ്ഞ അവന്റെ ശത്രുവാന്ന് അവൻ തന്നെ ഏറ്റവും നന്നായിട്ട് അറിയാം. എന്നാൽ സുഹൃത്തുക്കളെ, ഇബിലീസിന്റെ സ്നേഹിതന്മാരാരാന്ന് ചോദിച്ചപ്പോ 10 ആളെ വേറെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്റെ സൂറത്തുൽ കഹ്ഫിന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ ബയാൻ തഫ്സീൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഖാലിമും മുതഖസ്സി, ഭക്തിയുള്ള പണ്ഡിതൻ. ആ ഭക്തിയുള്ള പണ്ഡിതന്മാരിൽ ഒരാളായി നമ്മൾ വിശ്വസിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട മർഹൂം റഈസുൽ മുഹഖ്ഖീൻ കണ്യത്ത് ഉസ്താദ്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ മർകസു സഖാഫത്ത് സുന്നിയിൽ പഠിക്കുമ്പോ കാന്തപുരം ഉസ്താദ് കണ്യത്ത് ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്തിന്? ഞങ്ങൾക്ക് തുടങ്ങിത്തരാന്. ഞങ്ങൾ അന്ന് മർക്കസിൽ ആദ്യമായിട്ട് ബിരുദാനന്തര കോഴ്സ് തുടങ്ങുകയാണ്. അതിലൊരു മെമ്പറാണ് ഞാൻ, അന്ന് പഠിക്കുന്ന മെമ്പറാണ്. കണ്യത്ത് ഉസ്താദിനെ കൊണ്ട് തുടങ്ങിച്ചു തന്നു. അല്ലാഹു തആല ബർക്കത്ത് തന്നിട്ടുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആ കണ്യത്ത് ഉസ്താദിന്റെ ഒരു ദിവസം ഞങ്ങൾ കാര്യം സംസാരിക്കാൻ വേണ്ടി പോവാണ്. അന്ന് കണ്യത്ത് ഉസ്താദിനെ കൊണ്ട് എന്തെങ്കിലും സ്റ്റേജുമൊക്കെ കയറ്റിയിട്ട് ചേട്ടിൽ മന്ത്രിച്ചിട്ട് ചിലത് പറയിക്കുന്ന കാലമാണ്. അപ്പൊ എന്റെ സ്നേഹിതൻ ബഷീർ മാസ്റ്റർ പറഞ്ഞു, നമ്മൾ കണ്യത്ത് ഉസ്താദ് പറയുന്നൊക്കെ പിടിച്ചെടുക്കല്ലേ, അതുകൊണ്ട് നമുക്കൊരു പിടിച്ചെടുക്കാൻ ഉപകരണം കൊണ്ട് പോകാനാണ്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആലിമീങ്ങൾ പറയുന്നത് അവർ അറിയാണ്ട് പിടിച്ചെടുക്കുന്ന അതപ്പുകേടിന് ഞാനില്ല. അത് കടുത്ത അതപ്പുകേടാണ്. അങ്ങനത്തെ അതപ്പുകേടിന് ഞാനൊരിക്കലുമില്ല. പിടിക്കാൻ പറ്റില്ല. ഉപ്പരത്ത് പോയി ദ്വാരപ്പിച്ച് നമ്മൾ തിരിച്ചു പോയത്. നമ്മൾ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഹിദായത്തിന് അല്ലാഹു തആല ഇതൊരു കുഴപ്പവും തന്നിട്ടില്ല. നേരെ മറിച്ച് പിടിക്കുന്നവരുണ്ട്, പിടിക്കാൻ കൊടുത്തയക്കുന്നവരുണ്ട്. കുടുങ്ങിയങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ആലിമീങ്ങളോട് അതബ് കാണിക്കണം. ആലിമീങ്ങളോട് അതബ് പോയാൽ തകരാറ് സംഭവിക്കും, കുഴപ്പം സംഭവിക്കും. വലിയ വിഷയ. ഇരിക്കട്ടെ. ആ കണ്യത്ത് ഉസ്താദിനെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? കണ്യത്ത് ഉസ്താദിനെ പറ്റി പറയുന്നത് മുഖം കടട്ടെ എന്ന് ദ്വാരുന്നിരുന്നു. മുഖം കെട്ടുപൊട്ടെ ദ്വാരുന്നു. കണ്യത്ത് ഉസ്താദ് മനഃപൂർവ്വം ബോധത്തോടുകൂടി അങ്ങനെ ദ്വാർക്കുവോ? അങ്ങനെ ദുആ ചെയ്യുമെന്ന് ഒരു മുസ്ലിം പണ്ഡിതന് പറയാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സംഗതിയും പഠിപ്പിച്ച കൂട്ടത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ഒരു സംഗതിയാണ് മുഖം കെടട്ടെ എന്ന് ദ്വാർക്കാൻ പാടില്ല. പേരോടിന്റെ വകയല്ല. ഇമാം ബുഖാരിയുടെ കിതാബ് അദബിൽ മുഫ്രദ് എടുത്തു നോക്കിക്കോ. കിതാബ് അദബിൽ മുഫ്രദ് ബുഖാരി ഇമാമിന്റെ കിതാബാണ്. അതിലൊരു അധ്യായമാണ് ബാബുലാ തഖുൽ ഖബ്ബഹല്ലാഹു വജ്ഹ, മുഖം കെടുത്തട്ടെ എന്ന് ദുആർക്കാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് അതിൽ സനദ് ഉദ്ധരിക്കുകയാണ്. ഇമാം ബുഖാരി ഹദ്ദസനാ ഹജ്ജാജ് ഖാല ഹദ്ദസനാ ഇബ്നു ഉയൈന അൻ ഇബ്നു അജ്ലാൻ അൻ സഈദ് അൻ നബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഖം കെടട്ടെ എന്ന് ഒരാളെ പറ്റി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇമാം ബുഖാരി അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഹദീസിനെതിരെ
മുഖം കെടട്ടെ എന്ന് കണ്യത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു എന്ന് ഒരു വിവരമുള്ളവന് പറയാൻ കഴിയൂല. അങ്ങനെ നിങ്ങളാരും വിശ്വസിക്കാനും പാടില്ല. ബോധത്തോടെ കണ്യത്ത് ഉസ്താദ് അങ്ങനെ പറയൂല, പറഞ്ഞു എന്ന് വിശ്വസിക്കാനും പാടില്ല. റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ച ആളല്ല കണ്യത്ത് ഉസ്താദ്, മറിച്ച് ഓരോ രംഗത്തും വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ് കണ്യത്ത് ഉസ്താദ്. അതുകൊണ്ട് കണ്യത്ത് ഉസ്താദിനെയോ അതുപോലത്തെ ആലിമീങ്ങളെയോ നിന്ദിക്കുന്ന കക്ഷികൾ സുന്നിയുടെ പേരിൽ വന്നിട്ട് വഹാബിയത്ത് പ്രചരിപ്പിക്കുമ്പോ അവർ ഞങ്ങൾ സുന്നിയാന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് നമ്മുടെ ആലിമീങ്ങളെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുമ്പോ കള്ളത്തരീഖത്തുകാർ ഗസാലിമാമിന്റെ കിതാബ് തള്ളിപ്പറയുന്നത് പോലെ കണ്യത്ത് ഉസ്താദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്കെതിരെ റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കക്ഷികളൊക്കെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തനാശയക്കാരിൽ അച്ചാരം വാങ്ങി നടക്കുന്നവരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സുന്നത്ത് ജമാഅത്തിന്റെ അടികൾക്കുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പിന്തുടർന്ന് ജീവിക്കാനും അങ്ങനെ ഹക്കിന്റെ വക്താക്കളായി ഹക്കായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ വചനം ചൊല്ലി മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, എത്ര ആളുകളെ പെട്ടെന്ന് മരിച്ചു വന്നു. പൊന്നോട് ഉസ്താദ് നേരത്തെ ഞാൻ ഇവിടുന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ മരുമകൻ അബ്ദുറഹ്മാൻ അഹ്സരി കാമിൽ സഖാഫി ഈ അടുത്തും മരിച്ചുപോയി. പൊന്നോട് ഉസ്താദിന്റെ മരുമകൻ സുലൈമാൻ ഉസ്താദിന്റെ മകൻ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ചിലരെ കൊല്ലപ്പെട്ടുപോയി, അല്ലാഹു അവർക്ക് ശുഹദാക്കളെ കൂലി കൊടുക്കട്ടെ. അതുപോലെ എത്ര ആളുകൾ പെട്ടെന്ന് മരിച്ചവർ, അല്ലാതെ മരിച്ചവർ. അല്ലാഹുവേ, ഞങ്ങളെ ബഹുമാനപ്പെട്ട TSK തങ്ങൾ, അതുപോലെ ബാവ മുസ്ലിയാർ, ഞാൻ ചെറുതായിരുന്ന കാലത്ത് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും അവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തആല ഈമാൻ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അമേരിക്കയുടെ പ്രസിഡന്റാക്കിയാൽ നമുക്ക് ആ സന്തോഷമില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയാലും ആ സന്തോഷമില്ല. നമുക്ക് അല്ലാഹു തആല ഈമാൻ തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനെ. നമുക്ക് അല്ലാഹു തആല സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ട്. അത് നീ നിലനിർത്തി തരണം റഹ്മാനെ. ഒരു പിഴച്ച പ്രസ്ഥാനത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. അത് മുറുകെ പിടിച്ച് ജീവിക്കാനും അതിനുവേണ്ടി അധ്വാനിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി ചെലവഴിക്കാനും അല്ലാഹ് നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണം റഹ്മാനേ. എപ്പോഴാണ് മരണമെന്നറിയില്ല. ഇന്ന് പ്രസംഗിച്ച ഞാൻ നാളെ 2 സ്ഥലത്ത് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അതിന് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ ഉസ്താദുമാർക്കും, ഞങ്ങളെ ആലിമീങ്ങൾക്കും, ഞങ്ങളെ പ്രവർത്തകർക്കും, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ നൽകണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, എപ്പോഴാണ് മരണമെന്നറിയില്ല. സദഖ വർദ്ധിപ്പിക്കുന്ന മോമിൻ എന്റെ ശത്രുവാണെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. സദഖ വർദ്ധിപ്പിക്കുന്ന, സദഖ കൊടുക്കുന്ന എന്നല്ല പറഞ്ഞത്. മോമിനുൻ കസീറു സദഖ, ധാരാളം ധർമ്മം ചെയ്യുന്ന മുഅ്മിൻ എന്റെ ശത്രുവാണെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ധർമ്മം ചെയ്യണം, ഒരിക്കലും കുറഞ്ഞു പോവില്ല. അല്ലാഹുവിന്റെ ഖജനാവിൽ ധാരാളം ഉണ്ട്. ദുആക്ക് ഉത്തരമൊക്കെ തരും. എത്ര ദുആക്ക് ഉത്തരം തന്നിട്ടുണ്ട് നമ്മുടെ അനുഭവത്തിലുണ്ട്. ഞാൻ സൂറത്തുൽ ലുഖ്മാൻ 7 ദിവസം മാതാവിന് പ്രസംഗിച്ചു കഴിഞ്ഞല്ലോ, തീർന്നില്ല. അപ്പൊ 5 ദിവസം കുറ്റ്യാടി പ്രസംഗിച്ചു. കുറ്റ്യാടി പ്രസംഗം സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി ആചാരങ്ങളിൽ സൂറത്തുൽ ലുഖ്മാനിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. 5 ദിവസം. അത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഏപ്രിലോ മാർച്ചിലോ അങ്ങനെ പ്രസംഗിച്ചതാണ്. എന്നാൽ ആ പ്രസംഗത്തിന്റെ CD ഒക്കെ 12 ദിവസം CD നിങ്ങൾക്ക് കിട്ടും. അന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുത്തു വന്നു, ആഫ്രിക്കയിൽ ഒരാളെ പിടിച്ച് തീവ്രവാദികൾ പിടിച്ചു വെച്ചിരിക്കുന്നു, കൊല്ലൂന്ന് പറഞ്ഞ ഭീഷണിപ്പെടും, ദ്വാരക്കളം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ചു. ഒരാൾ അവിടുന്ന് ഫോൺ ചെയ്ത് ഈ ഓൺലൈനിലൂടെ എല്ലാവരും വയലുക്കാണല്ലോ, അപ്പോ വിളിച്ചു പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. ഓ അരിമീങ്ങളും തൈലിമീങ്ങളും ഒമിനീങ്ങളും അമീൻ പറയും. അവിടെയാ പവർ. അങ്ങനെ ദ്വാരുന്നു. അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് വിട്ടു എന്ന് പറഞ്ഞ വിവരം കിട്ടി.
ആഫ്രിക്കയിൽ നിന്ന് കാണാൻ വരണം, സിറാജുലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, നേർച്ച പൈസ തരണം എന്നിട്ട് അവർ വിളിച്ചിട്ട് കൊല്ലൊരു ഏകദേശം ഒന്നായി, ഇതുവരെ പോകാൻ നേരം കിട്ടിയിട്ടില്ല. പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹ് ദുആക്കുത്തൽ അങ്ങനത്തെ എത്ര 1, 2, 3 ഇന്ന് ഇന്ന നൃത്തത്തിൽ പറയാം. നിങ്ങളിപ്പോഴത്തെ മോമിനിങ്ങൾ ആമി പറഞ്ഞിട്ടുള്ള ദുആക്കുത്തരം തന്നത് എനിക്കിപ്പോ പറയാൻ 100 കണക്കിന് ഞാൻ പറഞ്ഞുതരാം. മോമിനിങ്ങളെ ദുആക്കുത്തരം തരും അല്ലാഹു തആല. എത്ര ആളുകളാ, 40 ആൾ ഒരുമിച്ച് കൂടിയാൽ ഒരു വലിയന്റെ സ്ഥാനാണെന്ന് പറഞ്ഞുണ്ട്. അതുകൊണ്ടാ 40 ആൾ വേണമെന്ന് പറഞ്ഞു. ഇതെത്ര 400 ആള്, അതിൽ കൂടുതലില്ലേ, 4000 ആള്. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഉത്തരം തരും. ഉറപ്പിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണം റഹ്മാനേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരുടെ ഹദറത്തിലേക്കും ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഹദറത്തിലേക്ക് പ്രത്യേകിച്ചും. കാരണം ഞാൻ ഈ തരീഖത്ത് പിഴച്ചുപോയ തരീഖത്തിനെ പറ്റി പ്രസംഗിക്കുമ്പോ അങ്ങനെ പറയല്ലേ, ഒരു സിഹർ ചെയ്ത് കൊന്നാളിയും സിഹർ ചെയ്ത് കൊന്നാലും വലിയ സിഹറാണ്. അത് ശരി, അങ്ങനെ ചെയ്താനും പേടിച്ചിട്ട് മലക്കുകൾ വെറുതെ തിരിക്കാനാ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. വകാന അല്ലാഹു അസീസൻ ഹകീമാ എന്ന് വേറെ ആയത്തുണ്ട്. അല്ലാഹ് ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനാ. ആ അല്ലാഹുവിന്റെ സൈന്യങ്ങളാ മലക്കുകൾ. ആ മലക്കുകൾ കാവലിനുണ്ടാവും, മഹാത്മാക്കൾ കാവലിനുണ്ടാവും. മുഹീദ്ദീന്റെ കാലത്ത് പല കാലത്തരിക്കത്തേരുണ്ടായിരുന്നു. അവർക്കെതിരെ മുഹീദ്ദീൻ ശൈഖ് സംസാരിച്ചപ്പോ മുഹീദ്ദീൻ ശൈഖ് പറയണ എന്നെക്കൊള്ള വല്ലാത്ത എതിർപ്പ്. അങ്ങനെ ആ കബളിപ്പിക്കുന്ന കക്ഷികൾക്കെതിരെ ശക്തമായി പോരാടിയപ്പോൾ ഞാൻ കാവലിന് വേണ്ടില്ല ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ കൊണ്ട് ഞാൻ കാവൽ തേടി. ഞാൻ പല സ്ഥലത്തൊന്നും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സിഹർ ചെയ്യൂന്ന് പേടിച്ചിട്ട് അള്ളാന്റെ ദീന് മൂടി വെക്കുമെന്നോ മറച്ചു വെക്കുമെന്നോ ഒരാളും ധരിക്കേണ്ടതില്ല. പക്ഷേ സിഹർ ചെയ്തവന് തിരിച്ചു പറ്റിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറ്റിപ്പോയി എന്ന് പറയണ്ട. അതുകൊണ്ട് എനിക്ക് അനുഭവം, അതുകൊണ്ട് എനിക്ക് അനുഭവം. അവസാനെല്ലാം കൂടി തരീഖത്തിന്റെ ശൈഖ് കൊടുത്ത സിൽസില അടക്കം എന്നെ ഏൽപ്പിച്ചതും എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അനുഭവം. ഇപ്പൊ ഞാനതിലേക്ക് കിടക്കത്തില്ല. ഒരു ചങ്ങാതി ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തുനിന്ന് സലാത്ത് ചൊല്ലിയിട്ട് പിരിവെടുക്കുകയാണ്. നമ്മുടെ വെളിയ മുഹമ്മദ് ഫൈസിന്റെ നാട്ടിന്റെ അടുത്തുനിന്നാ പിരിവെടുക്കുകയാണ്. അടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ കൈമെന്ന് വല്ലാത്ത പുകച്ചല്. ഞാൻ കൈ ഇങ്ങനെ കുടഞ്ഞ്. അപ്പൊ ഹബീബ് കോയത്തങ്ങൾ കൊണ്ട് വെള്ളം മന്ത്രിപ്പിച്ചു വെച്ച് വല്ലാത്ത പോച്ചല്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. സലാത്തിൽ ഇങ്ങനെ പൈസ വാങ്ങുന്നില്ല എടുക്കാം. അപ്പോ ഞാൻ വല്ലാതെ ബേജാറായി. എന്താ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല, അതാ ബേജാറ്. ഓരോരുത്തർ കൈ കൊടുക്കുന്നതിന് ഇടക്കെടുത്ത പണിയാ. ഞാൻ തൽക്കാലം പിരിവ് നിർത്തിയാൽ നമ്മളെ പാവപ്പെട്ട പ്രവർത്തകർ കടത്തിലായി പോകും. പിരിവ് എങ്ങനെയല്ലോ എടുത്തു കൊടുത്ത് വണ്ടി കയറി. എന്റെ ഉസ്താദ് പുല്ലുക്കർ ഉസ്താദാണ് എന്നെ ആദ്യമായിട്ട് വേദവരം വേണ്ടി സ്റ്റേജിൽ കയറ്റിയ ഉസ്താദ്. വലിയ മഹാനും വലിയും ഒരുപാട് കറാമത്തുകൾ കണ്ട ആളുമാണ്. ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹോദി. എന്നിട്ട് ഞാൻ റബ്ബിനോട് ഇതായിരുന്നു, പഠിച്ചവനെ ആരാണ് പാറ്റിയത്, എന്താ പാറ്റിയെന്ന് മാത്രം മനസ്സിലാണോ, ഒന്നും പകരം ചെയ്യല്ല, ഒന്നും മനസ്സിലാണോ അത് നീ മനസ്സിലാക്കി തരണം എന്തായിരുന്നു. അങ്ങനെ അവിടെ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ കുട്ടികൾ വിളിച്ച് ഉസ്താദേ ആളെ കിട്ടിയത്. ഞാൻ ഒന്നും ചെയ്യരുതിന്. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. മലപ്പുറക്കാരുടെ കുട്ടികളല്ലേ, ഞങ്ങൾ ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഉണ്ട്. എന്താ പാറ്റിയെന്ന് ചോദിക്കും. എനിക്ക് അത് അറിയണ്ട്. നായ്ക്കുറിനെയാണ് ഞങ്ങളാണ്ട് നായ്ക്കുറിനാണ് സാറിന് വല്ലാത്ത പോച്ചലുണ്ടാവും. സംഗതി ഒരു ഉറവും ചെയ്യില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നായ്ക്കുറിനെ ഇവിടെ പറയോ, നായ്ക്കുറിനെയാണ്. സുബ്ഹാനല്ലാ. ഞാൻ പറഞ്ഞു സാരല്ല, അവനോട് ഇനി ഇങ്ങനത്തെ പണി നിർക്കണ്ടെന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞ് ഞാൻ പോയി. 3-4 ദിവസം കൈവിട്ട് അവിടുന്ന് വലിയ വലിയ ആൾക്കാർ വിളിക്കുന്നു, ഉസ്താദെ അയാൾക്ക് നിങ്ങൾ വന്നിട്ടൊന്ന് പൊരുത്തപ്പെടിക്കണ്ടിരുന്നു. കാരണം അത് പാറ്റിയാളൊരു തെരീക്കത്തിന്റെ ആളാ, സംഗതി മാഷ, സ്കൂള് മാഷ. അപ്പൊ നിങ്ങളുള്ള വെറുപ്പിന് നിങ്ങൾ ഈ വ്യാജത്തരീക്കത്തിന് പറഞ്ഞിട്ട് വെറുപ്പിന് പാറ്റിയതാണ്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഈ നായ്ക്കുറിനെ പാറ്റിയത് കൊണ്ട് എല്ലാവരും ഇപ്പൊ അയാളെ നായ്ക്കുറിനെ മാഷ വിളിക്കുന്നു. നായ്ക്കുറിനെ മാഷീന്ന് വിളിക്കുന്നതിന് പുറമെ അവിടുത്തെ ഹൈന്ദവര് ഹിന്ദു മതക്കാര് പറയുന്നത് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിച്ചാൽ പറ്റൂല. കാരണം അങ്ങനെങ്ങാനും വന്നൊരു പണ്ഡിതൻ, അവരാശയിൽ ഞാൻ പറയുന്നത്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, പണ്ഡിതൻ അയാൾ വന്ന് പ്രസംഗിക്കുമ്പോ നായ്ക്കുറിനെ പാറ്റിയ മാഷി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ കുരുത്തുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ ഇയാൾ പഠിപ്പിക്കേണ്ടാവും, നാട്ടിലാകെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെടുത്ത് പൊരുത്തപ്പെടിക്കാൻ വരികയാണ്. ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ നിങ്ങൾ വരണ്ട, അതൊക്കെ നമ്മൾ നേരത്തെ അഡ്വാൻസ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു.
നമുക്ക് അങ്ങനെ പൊരുത്തപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല. പൊരുത്തപ്പെട്ട് എല്ലാം പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ വരണ്ട ഒന്നുമില്ല. എന്നാലും നാട്ടിലെ കാരണവന്മാരൊക്കെ കൂട്ടി വരികയാണ്. ഞാനങ്ങനെ നിർബന്ധം തന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയാണ് ഞാൻ സിറാജുദ്ദീനിൽ ഉണ്ടാകുന്നത്. നേരത്തെ പൈസ കൊണ്ടുവരാൻ വേണ്ടി പിന്നെ കുറെ ആളുണ്ടാവും. കൂട്ടത്തിൽ അവർ വന്നോട്ടേന്ന് വന്ന് എന്നോട് സങ്കടമൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ഉപദേശിച്ച് വിട്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട്, അനുഭവങ്ങൾ ഒരുപാട് അനുഭവമുണ്ട്. അപ്പൊ പറയാൻ നേരമില്ല. വേറൊരു സ്ഥലത്ത് അതിനേക്കാളും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശംസിയ തരീഖത്തിനെതിരെ ഒരു സ്ഥലത്തുനിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ വലിയ കടുത്ത തോന്നിവാസികള് ഇവര് വന്നെന്റെ സ്റ്റേജിങ് പറഞ്ഞു. ചോദ്യത്തിന്റെ മറുപടി ആയതുകൊണ്ട് നമ്മളെ സാഹസിലുള്ള ആൾക്കാർക്ക് ഏകദേശം പിരിഞ്ഞു പോയിട്ട് അവസാനം ദ്വായാലും കഴിഞ്ഞതിന്റെ ശേഷം ചെയ്ത് ഈ ഒരൊറ്റ പൊതിയലും ഒറ്റപ്പാലത്തുനിന്നാ എന്നെങ്കിൽ പൊതിഞ്ഞ് സദസ്സും ഒക്കെ. പിന്നെ എനിക്ക് കാറും കൊണ്ട് പോകാനാവുന്നില്ല, ബേജാറായി. കാർ കൊണ്ടുവന്നൊരു പലക്കുമൊക്കെ നിർത്തി. ഞാൻ ഇവര് ചോദിച്ചൊക്കെ മറുപടി ഞാൻ പറഞ്ഞു. ഇവര് ചോദിക്കുന്ന വാദപ്രകാരത്തിലുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ മുരീദന്മാരായിട്ടാ വാദപ്രകാരം? മുരീദന്മാർക്ക് വാദപ്രകാരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നല്ലേ തരീഖത്തിന്റെ നിയമം തന്നെ. നിങ്ങളെ ശൈഖ് വരുവോ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് മഹാനായ ഇമാം ഷാറാനി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ, ഇവര് പിന്നെ തോന്നിയാസ പറയുന്നു. അപ്പൊ കുറച്ച് കുട്ടികൾ വന്ന് SSFന്റെ കുട്ടികൾ വന്ന് കൈ ഇങ്ങനെ പിടിച്ച് ഞാൻ കാറിൽ പോയി കയറുന്നതിന് മുമ്പ് എന്റെ സ്റ്റേജ് വന്ന് എന്റെ അടുത്ത് 8 ബുക്കുണ്ട്. ഈ ബുക്കുകൾ പല മുജാഹിദിന്റെ ജമാഅത്തിന്റെ ഒക്കെ വായിച്ച് പറഞ്ഞതാ. ഈ ബുക്കെല്ലാം ഒരു കെട്ടാക്കിയിട്ട് എന്റെ അടുത്ത് ഒരാളങ്ങോട്ട് വാങ്ങി. ഞാൻ വിചാരിച്ച് സ്റ്റേജ് മല്ലേ പ്രവർത്തനം വിചാരിച്ച് കൊടുത്തതാ. കാറിൽ പോയി ഇറക്കുമ്പോ എന്റെ ബുക്കും കെട്ടും കിട്ടുന്നില്ല. ഈ ബുക്കും കെട്ടും എന്നാ വലിയ തെളിവാ. അത് പോയി പോയാൻ പറ്റുമോ? ഞാനിങ്ങനെ ആരുമില്ല. ഞാൻ കാറിലിങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്ത് വന്നാലും എന്റെ ബുക്ക് ഇട്ടാണ് ഞാൻ പോകില്ല. അപ്പോഴുണ്ട് ഒരു മെലിഞ്ഞ മനുഷ്യ, ഒരു വിദേശി വീടുകളത്തെ മനുഷ്യൻ വന്നിട്ട് കാറിൽ അസ്സലാമലൈക്കും, നിങ്ങൾ സേതാണ്, നിങ്ങളുടെ അത് അവിടെ വെച്ച് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനവിടെ വെച്ചില്ല, എന്നോടൊരാൾ വാങ്ങിയതാണ്, എന്നാ പിടിച്ചോന്ന് പറഞ്ഞു തന്നിട്ട് ഇയാൾ എന്താ ചെയ്തെന്നറിയോ? ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാറിൽ ചോദിച്ചു. എനിക്ക് ഇയാളെ പേടിയായിരുന്നു. ഇയാൾ കയറണമെന്ന് പറയാനും കഴിഞ്ഞില്ല, കയറണമെന്ന് പറയാൻ കഴിഞ്ഞില്ല. തെവക്കലിനാളെ കയറിക്കൊള്ളി തന്നെ വണ്ടി കയറി. അതുകൊണ്ടിപ്പോ നമ്മൾ ആൾക്കാരൊക്കെ പല സ്ഥലം പോയവർ എന്നെ വണ്ടിയൊക്കെ മടക്കി വന്ന് ജീപ്പും കാറൊക്കെ മടങ്ങി വന്നിട്ട് എന്താ ചെയ്യും? ഞാൻ ഒന്നുമില്ല, ഞാൻ നാട്ടിലേക്ക് പോകണം. ഞാൻ പെരുന്നാൾ വേണമെങ്കിൽ വേറൊരു പ്രശ്നം കഴിഞ്ഞിട്ട് വരിക മണ്ണാർക്കാട് ഭാഗത്തുനിന്ന്. ഞാൻ ഭക്ഷണമൊക്കെ അന്ന് കഴിച്ചാൽ നിസ്കരിക്കുകയും ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ കുറ്റിയാടിക്ക് പോവാണ്. നല്ല ഭക്ഷണം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചാന്ന്. അപ്പൊ ഈ മെലിഞ്ഞ മനുഷ്യനും ഭക്ഷണം കഴിച്ചിരിക്കുന്നു, നിസ്കരിക്കുകയും ചെയ്തില്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോളി, എനിക്കും വേണ്ടി അയാൾ ഇറങ്ങില്ല, കാരണം എനിക്കൊരു പിടുത്തവും പറ്റുന്നില്ല, ഇറങ്ങിക്കോളി. മൂപ്പര് ഇറങ്ങിപ്പോയതാ. പിന്നെ എന്നോട് അവർ ചോദിച്ചാൽ അയാളാരാ? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. സംഘാടകർ ഒട്ടാകെ തെരഞ്ഞിട്ട് ഇന്ന് വരെ പിന്നെ അയാളെ കണ്ടിട്ടില്ല. ആ ഒരു സംഭവം ഇന്ന് വരെ ഞാനും കണ്ടിട്ടില്ല, സംഘാടകന്റെ നാട്ടുകാരൻ കണ്ട അന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അപ്പോ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ കാവല്. അതാണ് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാനല്ലാഹു അസീസൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അവനെല്ലാം അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ്, ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിയിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ. ഞങ്ങളെ മുനാഫിഖീങ്ങളിൽ പെടുത്തരുത് റഹ്മാനേ. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ.